ഒരേ ക്ലാസ്സിൽ പഠിച്ച രണ്ടു വ്യക്തികൾ, ഒരാൾ അസാധാരണമായ ജീവിത വിജയം നേടുന്നു, എന്നാൽ മറ്റേ വ്യക്തി വളരെ സാധാരണമായ ഒരു ജീവിതത്തിൽ ഒതുങ്ങിക്കൂടുന്നു. ഒരാൾ കോടീശ്വരനായി മാറുമ്പോൾ അടുത്തയാൾ കടക്കെണിയിൽ പൊറുതിമുട്ടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. ജീവിതത്തിലൊരു പരാജയം വന്ന ശേഷം അതിൽ നിന്നും വലിയ വിജയങ്ങൾ നേടിയെടുക്കുന്നവരുണ്ട്. ചിലർ ആ പരാജയത്തിന് ശേഷം ജീവിതം തന്നെ ഉപേക്ഷിച്ചു പോകുന്നു. ഇതൊക്കെ എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരേ സാഹചര്യങ്ങൾ ലഭിച്ചിട്ടും പല വ്യക്തികളും ജീവിതത്തെ പല തലത്തിലാണ് നോക്കിക്കാണുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിജയം എന്നത് ആദ്യം പുറത്തല്ല ഉണ്ടാകുന്നത്. ഒരു മനുഷ്യന്റെ ഉള്ളിലാണ് ആദ്യം വിജയം ജനിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. ലോകത്തിൽ വിജയിച്ചിട്ടുള്ള എല്ലാ വ്യക്തികൾക്കും കോമൺ ആയിട്ടുള്ള 5 മെന്റൽ റൂൾസിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഓരോ വ്യക്തികളുടെയും ജീവിത വിജയം തീരുമാനിക്കുന്നത് അവരുടെ മെന്റൽ റൂൾസിന് അനുസരിച്ചാണ്. ചിലര് വിജയിച്ച ആൾക്കാരെ നോക്കി പറയും, ഇവർക്ക് ഭാഗ്യമുണ്ട്, ഭാഗ്യമുള്ളത് കൊണ്ട് അവർ വിജയിച്ചത്. ആക്ച്വലി ഭാഗ്യമുള്ളത് കൊണ്ടാണ് ഒരു വ്യക്തി വിജയിക്കുന്നത്. ആർക്കും ഭാഗ്യ കൂടുതലും ഭാഗ്യക്കുറവും ഒന്നുമില്ല. വിജയികളുടെ ചിന്താരീതി ഒരു പ്രത്യേക തലത്തിലാണ് എന്ന് മാത്രം. അതെങ്ങനെയാണെന്ന് ആ രഹസ്യ ടീച്ചർമ്മ പറഞ്ഞു തരട്ടെ. ഒരു കഥയിലൂടെ പറഞ്ഞു തരാം. നമുക്കെല്ലാം അറിയാം, ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാം. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് എയർഫോഴ്സിൽ പൈലറ്റ് ആകുക എന്നുള്ളതായിരുന്നു. അതിനു വേണ്ടുന്ന പരീക്ഷ എഴുതിയപ്പോൾ അദ്ദേഹം 9ാം സ്ഥാനത്താണ് എത്തിയത്. ആകെ 8 പേർക്ക് മാത്രമാണ് നിയമനം ലഭിച്ചത്. അപ്പോൾ ഇദ്ദേഹത്തിന് സ്വാഭാവികമായും അത് ലഭിച്ചില്ല. അദ്ദേഹം ആ സമയത്ത് നിരാശനായി വിഷമിച്ചിരിക്കുകയല്ല ചെയ്തത്. അദ്ദേഹം ചിന്തിച്ചത്, ഓക്കെ, ഈ ഒരു അവസരം നഷ്ടപ്പെട്ടെങ്കിൽ ഇതിനേക്കാൾ വലിയ എന്തോ ഒരു ദൗത്യം എനിക്ക് ചെയ്യാനുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം ചിന്തിച്ചത്. അങ്ങനെ അദ്ദേഹം ബഹിരാകാശ മിസൈൽ പദ്ധതികളിൽ ഭാഗമാകാൻ തുടങ്ങി. ഇന്ത്യയുടെ മിസൈൽ മാനായി, അതുപോലെ ഇന്ത്യയുടെ രാഷ്ട്രപതിയായി തീർന്നു. ഇവിടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ആദ്യം അദ്ദേഹത്തിന് പൈലറ്റ് ആകാൻ കഴിഞ്ഞില്ല എന്ന് വിചാരിച്ച് എൻ്റെ ജീവിതത്തിൽ എൻ്റെ എല്ലാ സ്വപ്നങ്ങളും തകർന്നടിഞ്ഞു, എനിക്കിനി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ഇരുന്നെങ്കിൽ അദ്ദേഹത്തിന് പിന്നീടുള്ള സക്സസ് ഒരിക്കലും അനുഭവിക്കാൻ കഴിയുമായിരുന്നില്ല. മനസ്സിലായോ? അപ്പോൾ അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ ഇതിനേക്കാൾ വലിയൊരു ദൗത്യം എന്തോ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി പ്രവർത്തിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തിന് വിജയിക്കാനായത്. ഇനി നമുക്ക് വിജയിക്കാനുള്ള ആ 5 മെന്റൽ റൂൾസ് എന്താണെന്ന് നോക്കാം. ഒന്നാമതായിട്ട്, സ്വന്തം ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കുക. പലരും ജീവിതത്തിൽ വിജയിക്കാത്തതിൻ്റെ കാരണം മറ്റുള്ളവരാണ് എന്ന് പറയാറുണ്ട്. ഞാൻ ലൈഫിൽ വിജയിക്കാത്തതിന് കാരണം എൻ്റെ ഭർത്താവാണ്, എൻ്റെ ഭാര്യയാണ്, എൻ്റെ മക്കളാണ്, എൻ്റെ അച്ഛനാണ്, എൻ്റെ അമ്മയാണ്, അച്ഛനാണ്, അമ്മയമ്മയാണ്, എല്ലാവരെയും പഴി പറയും അല്ലേ? ശരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. മറ്റൊരു വ്യക്തി വിചാരിക്കുന്നത് കൊണ്ടാണോ നിങ്ങൾ വിജയിക്കാത്തത്? അവനവൻ്റെ ഉള്ളിൽ വിജയിക്കണം എന്നുള്ള അടങ്ങാത്ത ത്വരയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിജയിക്കാൻ പറ്റും. എനിക്ക് എൻ്റെ ലൈഫിൽ ആരും സപ്പോർട്ട് ചെയ്തു തന്നത് കൊണ്ടല്ല ഞാൻ ഈ ഒരു സക്സസിലേക്ക് എത്തിയത്. അതായത് എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു മാറ്റം വേണമെന്ന് ഞാൻ തീരുമാനിച്ചു. ഞാൻ എന്നിൽ തന്നെ വർക്ക് ചെയ്തു, എന്നെ ഹീൽ ചെയ്തെടുത്തു. ഞാൻ സക്സസ്സിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ പിന്നീട് എന്നെ ഒരുപാട് പേര് സഹായിക്കാനുണ്ട്. ഇപ്പോൾ എനിക്ക് സഹായിക്കാനായിട്ട് വലിയ ടീമും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ വിജയിക്കണമെന്നുള്ള ആ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ്, ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുത്തത് കൊണ്ടാണ് എനിക്ക് വിജയിക്കാൻ പറ്റിയത്. അതുപോലെ നമ്മൾ മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യാതെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് വളരണമെങ്കിൽ, വിജയിക്കണമെങ്കിൽ ഞാൻ വിചാരിച്ചെങ്കിലേ പറ്റൂ എന്നുള്ള തീരുമാനം നിങ്ങൾ എടുക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, മക്കളെ, പരാജയത്തിൽ നിന്നും നമ്മൾ ഫീഡ്ബാക്ക് എടുക്കുക. പരാജയപ്പെടുന്ന സമയത്ത് അങ്ങ് തകർന്നടിഞ്ഞ് തരിപ്പണമായി എൻ്റെ ജീവിതം ഇനി ഒന്നിനും കൊള്ളൂല്ല, ഞാനൊരു വേസ്റ്റാണ്, എന്നെ ഇനി ആരും അംഗീകരിക്കില്ല എന്നൊക്കെ നെഗറ്റീവായി ചിന്തിച്ച് അങ്ങ് ഓവർ തിങ്ക് ചെയ്ത് പോകാതെ ഒന്ന് ഇരുന്ന് ചിന്തിക്കുക. ഓക്കെ, എൻ്റെ ലൈഫിലൊരു പരാജയം സംഭവിച്ചു. ചിലപ്പോൾ ഒരു ബിസിനസ്സിൽ നമുക്ക് പരാജയം സംഭവിച്ചു, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മൾ ട്രസ്റ്റ് ചെയ്തു, അവർ ഭയങ്കരമായിട്ട് ട്രസ്റ്റ് ബ്രേക്ക് ചെയ്തു, നമ്മുടെ ലൈഫിൽ നിന്ന് കടന്നുപോയി, എന്തോ ആയിക്കോട്ടെ, ഏത് രീതിയിലുള്ളൊരു പരാജയമാണ് നിങ്ങൾക്ക് സംഭവിച്ചതെങ്കിലും നിങ്ങൾ അതിൽ നിന്നും പഠിക്കേണ്ട പാഠം ഉൾക്കൊണ്ടുകൊണ്ട് വീണ്ടും മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അടുത്തത്, വിജയം നിങ്ങൾ മനസ്സിൽ സൃഷ്ടിക്കൂ.
പലരും പുറത്താണ് സക്സസ് ആകാനുള്ള ആ, പിന്നെ സാഹചര്യങ്ങളെ കണ്ടെത്തുന്നത്. നമ്മുടെ മനസ്സിൽ ആ ഒരു വിജയത്തെ സൃഷ്ടിക്കണം. നിങ്ങൾ മനസ്സിൽ നിരന്തരം കാണണം നിങ്ങൾ വിജയിയാകുന്നതും, നിങ്ങൾ ലൈഫിൽ എവിടെ എത്താൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും അവാർഡുകൾ നേടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സ്ഥാനമാനങ്ങൾ അച്ചീവ് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, എവിടെയാണ് എത്താൻ ആഗ്രഹിക്കുന്നത്, എന്ത് വിജയമാണ് നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങൾക്ക് ഒരു പ്രൊമോഷനോ സാലറി ഹൈക്കോ അല്ലെങ്കിൽ കമ്പനിയുടെ ഹെഡോ എന്താണോ, അല്ലെങ്കിൽ ബിസിനസ്സിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ടോപ്പ് മോസ്റ്റ് ലെവലോ എന്താണെങ്കിലും അതാദ്യം മനസ്സിൽ സൃഷ്ടിക്കുക. മനസ്സിനകത്ത് അത് സൃഷ്ടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാഹ്യലോകത്ത് അത് അനുഭവിക്കാനായിട്ട് കഴിയും. അടുത്ത 4ാമത്തെ കാര്യം എന്ന് പറയുന്നത് ദിവസവും 1% വളരുക. നിങ്ങൾ ആ പഴയ ശീലത്തിൽ തന്നെ പിന്നെയും പോയിക്കൊണ്ടിരുന്നാൽ എവിടെയാണ് നിങ്ങൾക്ക് മാറ്റം വരിക? രാവിലെ എഴുന്നേക്കാൻ മടി, ഡെയിലി എക്സസൈസും വർക്കൗട്ടും ചെയ്യണമെന്നൊക്കെ അറിയാം, പക്ഷെ ചെയ്യത്തില്ല. അതുപോലെ തന്നെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം എന്നറിയാം, പക്ഷെ ചെയ്യത്തില്ല. ഫോണിൽ സ്ക്രോൾ ചെയ്ത് മണിക്കൂറുകളോളം നഷ്ടപ്പെടുത്തി രാത്രിയിൽ ചെന്ന് കിടക്കുമ്പോൾ ഇന്നത്തെ ദിവസം എൻ്റെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ എന്നോർത്ത് കരഞ്ഞു വിഷമിച്ചുറങ്ങുന്ന ഒരുപാട് പേരുണ്ട്. ഓരോ ദിവസവും ഒരു ചെറിയ മാറ്റം, ഒരു സെൽഫ് ഹെൽപ്പ് ബുക്കിൻ്റെ ഒരു 10 പേജ് വായിക്കുക, ഒന്ന് മെഡിറ്റേഷൻ ചെയ്യുക, ഒന്ന് ഗ്രാറ്റിറ്റ്യൂഡ് വാക്ക് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ടു ഡു ലിസ്റ്റ് എഴുതി വെച്ച് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക, അവനവൻ്റെ ജീവിതത്തിൽ വിജയിക്കാനൊരു ഗോൾ സെറ്റ് ചെയ്യുക, ആ ഗോളിന് വേണ്ടി വർക്ക്, എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കുക. ഒരു ദിവസം 1% മാറ്റം വന്നാൽ തന്നെ ഒരു വർഷം കൊണ്ട് നമുക്ക് എന്തോരം മാറ്റം വരും അല്ലേ? ഇപ്പോൾ ഓരോ മനുഷ്യരും സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളുടെ ഇപ്പോഴത്തെ ലെവൽ മാത്രമേ കാണുന്നുള്ളൂ. അവർ ആ ലെവലിലേക്ക് എത്താൻ വേണ്ടി അനുഭവിച്ചിട്ടുള്ള മനോവേദനകളും വിഷമങ്ങളും എന്തെല്ലാം മോശം സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ടാവും അല്ലേ? ആ സാഹചര്യങ്ങളെയൊക്കെ തരണം ചെയ്തിപ്പോൾ ഉള്ള അവരുടെ ഒരു ഗ്ലാമറസ് ലൈഫ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവർക്ക് ഭയങ്കര ഭാഗ്യം കൊണ്ടാണ് ആക്ച്വലി ഇവർ രക്ഷപ്പെട്ടത്. അങ്ങനെയല്ല. അവരതിനു വേണ്ടി എത്രയോ ഉറക്കമില്ലാത്ത രാത്രികൾ, എത്രയോ കഷ്ടപ്പാട്, എത്രയോ ബുദ്ധിമുട്ട്, അതൊന്നും ആരും കാണുന്നില്ല. മനസ്സിലാവുന്നു? അപ്പോൾ വിജയിച്ചവരെല്ലാം അതുപോലെ എഫേർട്ട് എടുത്തിട്ടാണ് ആ സക്സസിലേക്ക് എത്തിയത് എന്ന് മനസ്സിലാക്കുക. 5ാമത്തെ മെന്റൽ റൂൾ എന്ന് പറയുന്നത് മക്കളെ ദീർഘകാലം ചിന്തിക്കൂ. പലരും ഒറ്റ ദിവസത്തേക്ക്, ഒരാഴ്ചത്തേക്ക് അങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത്. അതല്ല, അടുത്തൊരു 5 വർഷം കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളെ എങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നു? 5 വർഷം കഴിഞ്ഞ് വിജയിക്കണമെങ്കിൽ 4.5 വർഷം കഴിഞ്ഞിട്ട് ചിന്തിച്ചാൽ മതിയോ? അല്ല, നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പം മുതലേ ചിന്തിക്കണം. ഇപ്പോൾ 1 വർഷം കൊണ്ട് നമുക്ക് സക്സസ് നേടണമെങ്കിൽ ആ 1 വർഷത്തെ ചവിട്ടുപടിയാണ് ഓരോ ദിവസവും. ഓരോ ദിവസവും ആക്ഷൻ എടുക്കാതെ 364ാമത്തെ ദിവസം ചിന്തിച്ചാൽ 365ാമത്തെ ദിവസം സക്സസ്ഫുൾ ആകാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ആ സക്സസ്സിനു വേണ്ടി നിരന്തരമായിട്ടുള്ള ആക്ഷൻ എടുക്കണം. ലോങ് റണ്ണിൽ ചിന്തിക്കാം. പലരും അടുത്ത 25 വർഷം 50 വർഷത്തേക്കുള്ള ഗോളൊക്കെ സെറ്റ് ചെയ്ത് അതിനുവേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മണ്ടന്മാരെ പോലെ വെറുതെ ദിവസങ്ങൾ പാഴാക്കി മറ്റുള്ളവരെ കളിയാക്കിയും ഇൻസൾട്ട് ചെയ്തും അല്ലെങ്കിൽ നെഗറ്റിവിറ്റിയിലേക്ക് പോയി നമ്മുടെ ജീവിതം വേസ്റ്റ് ആക്കരുത്. അവനവൻ്റെ ജീവിതത്തിൽ വളരണമെങ്കിൽ, വിജയിക്കണമെങ്കിൽ അവനവൻ തന്നെ ഒരു തീരുമാനമെടുക്കണം. ഇന്ന് നിങ്ങൾ ചെയ്യേണ്ട ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു തന്ന 5 മെൻ്റൽ റൂൾസും നിങ്ങൾ ബുക്കിലേക്കൊന്ന് എഴുതുക. എന്നിട്ട് നിങ്ങൾ നോക്കുക, ഈ 5 മെൻ്റൽ റൂൾസും ഞാൻ ഫോളോ ചെയ്യുന്നുണ്ടോ, അതോ ഞാൻ ആക്ഷൻ ഒന്നും എടുക്കാതെ ജസ്റ്റ് ഓരോ ദിവസവും ഈ മോട്ടിവേഷണൽ വീഡിയോ കണ്ട് അങ്ങനെ പോവുകയാണോ എന്ന് നിങ്ങൾ നോക്കുക. അതല്ല, കൃത്യമായിട്ട് ആക്ഷൻ എടുക്കുന്നുണ്ടെങ്കിൽ നോക്കുക, 5 മെൻ്റൽ റൂൾസും ഫോളോ ചെയ്യുന്നുണ്ട്. ഫോളോ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യാൻ വേണ്ടുന്ന ആക്ഷൻ നിങ്ങൾ എടുക്കാം. മക്കളെ, ഒരു വിമാനം ആകാശത്തേക്ക് പറന്നുയരുന്നതിന് മുമ്പ് അതിന് ഭൂമിയുടെ ഗുരുത്വാകർഷണത്തെ മറികടക്കേണ്ടതുണ്ട്. അതുപോലെ നമുക്ക് വിജയിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലെ ഭയം, നെഗറ്റീവ് ചിന്ത, നിരാശ, ഇതിനെയൊക്കെ മറികടന്നുകൊണ്ട് വേണം പോകാനായിട്ട്. അതുകൊണ്ട് നിരന്തരമായിട്ട് ആക്ഷൻ എടുക്കുന്നവർക്ക് മാത്രമേ ജീവിതത്തിൽ വിജയിക്കാൻ പറ്റൂ. ലൈഫിൽ വിജയിച്ചിട്ടുള്ള ആൾക്കാരെയൊക്കെ ഒന്ന് നിങ്ങൾ നോക്കി, അവർ 12 മണി വരെ കിടന്നുറങ്ങി, രാത്രിയിൽ ലേറ്റ് നൈറ്റ് ആയിട്ട് ഉറങ്ങി, അവർ മടി പിടിച്ച് അലസതയിൽ ഇരുന്നത് കൊണ്ടല്ല അവർ വിജയിച്ചു. അവരൊന്ന് മാറി ചിന്തിക്കാൻ തയ്യാറായതുകൊണ്ടാണ് അവർക്ക് സക്സസ് വന്നത് അല്ലേ? അപ്പോൾ നമ്മുടെ മനസ്സിനകത്ത് ഒരുപാട് പേടിയും ടെൻഷനും ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ആങ്സൈറ്റിയും ഇതൊക്കെ കിടപ്പുണ്ട്. ഇതൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് ജീവിത വിജയം നേടാൻ പറ്റുക? അപ്പോൾ നിങ്ങളെ ജീവിത വിജയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് നമ്മുടെ സിൽവർ ക്ലാസ് ടീച്ചർമാർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സിൽവർ ക്ലാസ്സിലേക്കുള്ള അഡ്മിഷൻ ഓഗസ്റ്റ് 7-ാം തീയതി വരെ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഓഗസ്റ്റ് മാസത്തിൽ ജോയിൻ ചെയ്യാൻ പറ്റില്ല. പിന്നെ നിങ്ങൾ 1 മാസം കാത്തിരിക്കേണ്ടി വരും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് 9567274997 എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. എല്ലാ പ്രാവശ്യത്തിനെക്കാട്ടിയും സ്റ്റുഡൻസ് ഈ പ്രാവശ്യത്തെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ
ഒരു ആക്ഷൻ എടുക്കാൻ തയ്യാറായെങ്കിൽ മാത്രമേ ജീവിതം മാറുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഓരോ ദിവസവും ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന എല്ലാവരുടെയും ലൈഫിൽ മാറ്റം വരിക തന്നെ ചെയ്യും. ഇപ്പം എൻ്റെ മക്കൾ എപ്പോഴും സന്തോഷമായിട്ടിരിക്കാനായിട്ട് നിരന്തരം ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. കണ്ണീരും കരച്ചിലും ഒക്കെ മാറ്റിവെച്ചിട്ട് ജീവിതത്തെ ഒരു ആഘോഷമാക്കുക. ടീച്ചർമ്മ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ, മൈ ലൈഫ് ഈസ് എ സെലിബ്രേഷൻ, മൈ ലൈഫ് ഈസ് എ സെലിബ്രേഷൻ, മൈ ലൈഫ് ഈസ് എ സെലിബ്രേഷൻ. എൻ്റെ ജീവിതം ഒരു ആഘോഷമാണ് എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ദിവസം സന്തോഷം നിറഞ്ഞതാകട്ടെ, സമാധാനം നിറഞ്ഞതാകട്ടെ, സമ്പൽ സമൃദ്ധി നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്രയും വേഗം വന്നു ചേരട്ടെ എന്ന് ടീച്ചർമ്മ എല്ലാവരെയും നിറയിൽ കൈവച്ച് അനുഗ്രഹിക്കുകയാണ്. അപ്പോൾ നാളത്തെ വീഡിയോയിൽ കാണാം. ടാറ്റ ബൈ ബൈ, ലവ് യു.